സിങ് സൗണ്ടിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം സത്യത്തിൽ ഈ പ്രകാശം വരയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ എൻ്റെ ധാരണ ഡബ്ബിംഗ് ആണല്ലോ, അപ്പോൾ ഡബ്ബിങ്ങിന് നമുക്ക് വേണ്ട രീതിയിൽ മോഡുലേഷൻസ് മാറ്റാം. അപ്പോൾ അങ്ങനെ കുറേ, അപ്പോൾ അതാണ് ഏറ്റവും ശരിയായ രീതി എന്നായിരുന്നു എൻ്റെ ധാരണ. ഫഹദ് ഫാസിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ പ്രകാശിച്ച സമയത്ത് സത്യത്തിൽ ഒന്ന് സിങ് സൗണ്ട് ചെയ്ത് നോക്കും. അപ്പോൾ അതിന് മുമ്പ് മമ്മൂട്ടി പറയാറുണ്ട് സിങ് സൗണ്ട് ഭയങ്കരമായ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ ടെക്നിക്കൽ ഇതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് വേറെ ശബ്ദം ഉണ്ടാവാൻ പാടില്ല. അപ്പം ഫഹദ് എൻ്റെ അടുത്ത് ഉറപ്പിച്ച് പറഞ്ഞു, അനിൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു പുള്ളിയുടെ തൊണ്ടിമല്ലും ദൃശ്യം ചെയ്തത്. അത് നല്ല രസമുള്ള ഇതാണ്. അപ്പോൾ ഫഹദ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. പക്ഷേ ഞാൻ പ്രകാശൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഒരു മാജിക് എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. കാര്യം ഞാനത് ആദ്യം ഹെഡ്ഫോണിൽ കേൾക്കും. അപ്പോൾ നമ്മൾ ഡബ്ബിങ്ങിൽ മിസ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ ചിലപ്പം ലിപ് നോയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ശ്വാസഗതി ആയിരിക്കാം, ഇതിൻ്റെയൊക്കെ ഒരു ഫീല് ഭയങ്കരമാണ്. അപ്പോൾ മോഹൻലാലിനെ വെച്ച് പറഞ്ഞു ചെയ്യുന്ന ഇപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ച് സിങ് സൗണ്ട് ചെയ്തേക്കും. ലാൽ അത് അത്ര പരിചയമുള്ളതല്ല, ലാലിന് അതിലിത്തിരി വിമുഖതയുണ്ടായിരുന്നു. അത് എനിക്ക് എന്നെപ്പോലെ സ്വാതന്ത്ര്യമുള്ള ഒരാളായതുകൊണ്ടാണ് ലാൽ അത് സമ്മതിച്ചത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴുള്ള ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അതായത് നമ്മൾ മോഹൻലാലിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു പൂർണ്ണത കൈവരുന്നത് ഈ സിങ് സൗണ്ടും കൂടിയാണെന്നുള്ളത് ഇപ്പോൾ ഓഡിയൻസിന് മനസ്സിലാവും. കാര്യം കാണുമ്പോൾ മനസ്സിലാവും എന്താണ് പ്രത്യേകത എന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ അക്ഷരത്തെറ്റുകൾ പോലും ഭംഗിയാണ് നമ്മൾ ചെയ്യുമ്പോൾ. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ മുഴുവൻ തെറ്റില്ലാതെ പറയുന്നത്, തെറ്റും തപ്പും അതൊക്കെ ഇതിൻ്റെ ഒരു റിയാലിറ്റി എനിക്ക് വലിയ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനത് ഈ നേരത്തെ പറഞ്ഞ പോലെ സൗണ്ടിൽ വളരെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരാളാണ്. ഈ സിനിമയിലേക്ക് വന്നപ്പോൾ മോഹൻലാലിൻ്റെ ആദ്യത്തെ സിങ് സൗണ്ട് തന്നെ വേണമെങ്കിൽ പറയാം. വാസ്തുവരയിൽ അന്നത്തെ ടെക്നോളജിയിൽ ദേവദാസ് സാർ ചെയ്യുന്നതൊന്നും അങ്ങനത്തെ ആഗ്രഹിക്കും. ഇന്ന് ഡിജിറ്റലായി പല സ്ഥലങ്ങളിൽ കൂടെ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള റെക്കോർഡിസ്റ്റ് വേണം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. വെറുതെ ശബ്ദം പകർത്തിയാൽ മാത്രം പോരാ, അത് പിന്നെ പറ്റുന്ന വിധത്തിലുള്ള. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സ്ഥലത്ത് ലാലിൻ്റെ അടുത്ത് ഇതിൽ ഡബ് ചെയ്യേ വേണ്ടേ. ഞാൻ ഈ ഷൂട്ടിങ് കഴിഞ്ഞാൽ ഡബിങ് തിയേറ്ററിൽ ലാൽ വരികയേ വേണ്ട. അതുകൊണ്ട് തന്നെ ലാല് ഡബിങ് തിയേറ്ററിൽ ഈ സിനിമ കണ്ടില്ല. ഇപ്പോൾ ഈ റിലീസ് ചെയ്തപ്പോഴാണ് സിനിമ കാണുന്നത്, റിലീസ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. ഹൃദയപൂർവ്വം